ഹായ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു ഫ്രോക്ക് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഫ്രോക്ക് നൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ ഇപ്പോഴത്തെ ഒരു മോഡലാണല്ലോ അത്. അപ്പോൾ വേറൊരു മോഡൽ നെക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രോക്കിൻ്റെ നീളത്തിനനുസരിച്ച് ഞാൻ അത് കട്ട് ചെയ്തിട്ട് വെച്ചാണ് കേട്ടോ. അത് ബാക്കിയുള്ള പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഫ്രില്ലിടണമല്ലോ, താഴ്ഭാഗത്ത് ഫ്രില്ലിടേണ്ടതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗമാണ്, അത് ഷോൾഡർ അടയാളപ്പെടുത്താം. സാധാരണ ചെയ്യും പോലെ തന്നെ ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ എത്രയാണോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക് നെക്ക് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ആ ഫോർമാറ്റിൽ നമുക്ക് മൈനസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഷോൾഡറിൽ നിന്ന്. ഇനി താഴത്തോട്ടേക്ക് ആം ഹോള് വരക്കാം. അപ്പോൾ ഞാൻ ഷോൾഡർ എടുത്തത് 7 ഇഞ്ചാണ്. ആം ഹോള് ഒരു 6 ഇഞ്ച് 6.5 അങ്ങനെ നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് കൈക്കുഴി അളന്ന് വെച്ചിട്ട് എത്രയാണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് താഴോട്ട് പോകണോ അല്ലെങ്കിൽ മുകളിലേക്ക് വരണോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ചെസ്റ്റ് അടയാളപ്പെടുത്താം. ഇനി അതിൻ്റെ പകുതി ഉണ്ടല്ലോ, അത് നമുക്ക് കണ്ടെത്തിയിട്ട് നോട്ട് ചെയ്തിട്ട് മുകളിൽ നിന്ന് താഴെ വരെ അളന്ന് വരക്കാം. എന്നിട്ടൊരു 1/2 ഇഞ്ചിൽ റൗണ്ട് ഷേപ്പ് വരക്കാം. എന്നിട്ട് ജസ്റ്റ് നോക്കാം എത്രയുണ്ടെന്ന്. എനിക്ക് കറക്റ്റായിട്ട് 8 കിട്ടുന്നുണ്ട്. ഇനി ഞാൻ 3 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക്, പിന്നെ ബാക്ക് നെക്ക് 3 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് ഇറക്കാകുമ്പോൾ ഷോൾഡറിൽ നിന്ന് ഷോൾഡറിൻ്റെ ആക്ച്വൽ ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് 3 ഇഞ്ച് ആകുമ്പോൾ 3 ഇഞ്ച് ഇൻറ്റു 0.25 ആകുമ്പോൾ 3/4 ഇഞ്ച് കുറക്കണം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്താം, ഷേപ്പ് ലെങ്ത്ത് അടയാളപ്പെടുത്താം. എന്നിട്ട് ഷേപ്പിൻ്റെ വിഡ്ത്തും അടയാളപ്പെടുത്തിയിട്ട് എത്രയാണോ സീം അലവൻസ് കൊടുക്കുന്നത് അത് വെച്ചിട്ട് നോട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് താഴത്തോട്ടേക്ക് എ ലൈൻ പോലെ വരച്ചിട്ട് താഴത്തോട്ടേക്ക് ജോയിൻ ചെയ്താൽ മതി. നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് മോഡൽസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കിയിട്ട് കഴിയുന്ന പോലെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, നെക്കും അങ്ങനെയുള്ള പല മോഡലുകൾ വേറെ മോഡൽസ് കാണിച്ചു കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഉപകാരപ്രദമാവുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി കംപ്ലീറ്റ് നോച്ചസൊക്കെ കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാം. 1 ഇഞ്ച് ബാക്കോട്ടേക്ക് എടുത്തിട്ട് അവിടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വെട്ടിക്കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ബാക്ക് പീസ് മാറ്റിയിരിക്കണം. ഫ്രണ്ട് പീസ് മാത്രമേ ഇതിൽ വെക്കാൻ പാടുള്ളൂ, ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ രണ്ടും കൂടി ബാക്കും ഫ്രണ്ടും എല്ലാം കൂടി നമ്മൾ കട്ട് ചെയ്ത് പോവും. ഓക്കെ, ഇനി ഞാൻ ബാക്ക് പാർട്ട് നെക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ അളവ് 1/2 ഇഞ്ച് ഞാൻ ഇവിടെ കൊടുത്തു. പിന്നെ 3 ഇഞ്ചാണ്. 3 ഇഞ്ചിൽ റൗണ്ട് നെക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ഞാൻ ബാക്ക് പാർട്ട് മാത്രമേ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ, ഫ്രണ്ട് പാർട്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അത് സ്ക്വയർ നെക്കാണ് വരുന്നത്. അപ്പോൾ ചെറിയ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ കട്ട് ചെയ്യാതെ വിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് ഞാൻ വിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാനത് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കൈയാണ് നമ്മുടെ സ്ലീവ് വെട്ടാൻ വേണ്ടിയിട്ട്. സ്ലീവ് ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല പഫ് സ്ലീവാണ്. അപ്പോൾ പഫ് സ്ലീവിന് അനുസരിച്ചിട്ട് നമ്മൾ അളന്നിട്ട് റെഡിയായി കൊടുക്കണം. അപ്പോൾ ഞാൻ പഫ് സ്ലീവിൻ്റെ കാര്യമൊന്നും ഞാൻ എങ്ങനെയാണെന്നൊന്നും ഞാൻ അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. അത് ഞാൻ വേറെ ഡീറ്റെയിൽ വീഡിയോ ആക്കിയിട്ട് ഇടാം. പഫ് സ്ലീവ് പല ടൈപ്പ് പഫ് സ്ലീവ്സൊക്കെ ഉണ്ട്, അതൊക്കെ ഇടാം. ഓക്കെ, ഇത് ഞാൻ സിമ്പിളായിട്ട് ഞാൻ പഫ് സ്ലീവ് വെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ അളവും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ബിഗിനേഴ്സിന് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, വലിയ അളവിൻ്റെ കാര്യങ്ങളൊന്നുമില്ലാതെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ
ഇടാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു, നോച്ച് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് അടിയിൽ ഫ്രോക്കിൻ്റെ അടിയിൽ വരുന്ന ഫ്രില്ലാണ്. ഫ്രില്ലിന് ബാക്കിയുള്ള പീസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫ്രില്ലിന് എടുക്കുകയാണ്. അപ്പോൾ എത്ര നീളത്തിൽ കിട്ടുമോ അത്രയും നീളത്തിൽ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഏകദേശം 8 ഇഞ്ചിൽ നീളത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. സ്റ്റിച്ചിങ് ഞാൻ ഇടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കി വെക്കാം. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെ ബൈ.